ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. നമ്മൾക്ക് പല ആനുകൂല്യങ്ങളും കേന്ദ്രം നമുക്ക് തരില്ല. കാരണം കേരളം അവർക്ക് എടുക്കണം എന്നുള്ള ഒറ്റ ജാഗ്രതയിൽ അവർ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ വില പോവില്ല. ഇപ്പൊ കരുവന്നൂരിനെ കണ്ടിട്ടില്ലേ, ആള് ഇത്ര നല്ല നേതാവാണെങ്കിൽ ആ പൈസകളൊക്കെ അവർക്ക് ജനങ്ങൾ പിടിച്ച് കൊടുക്കേണ്ടതല്ലേ. ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെ ഇന്ത്യ മുന്നണി ജയിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. അത് സിനിമാ ലോകത്ത് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയത്തിൽ സുനിൽകുമാർ നല്ല വ്യക്തിയാണ്, പക്ഷേ അത് പറഞ്ഞിട്ടല്ലേ അവർ ജയിച്ചു പോയിട്ട് നമുക്ക് വേറില്ലല്ലോ. അവിടെ മാർക്കറ്റ് പാർട്ടിനെ അവിടെ ഇരിക്കില്ലല്ലോ. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ചേച്ചി തവണ തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ ആർക്കൊന്ന് ചോദിക്കാനില്ല. ഒറ്റ ഉത്തരവുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു ഉത്തരവുള്ള സുനിൽകുമാർ, VS സുനിൽകുമാർ. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ആള് രംഗത്തുള്ളതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം, യുവജന പ്രസ്ഥാനം, പാർട്ടി നിലയ്ക്ക്, അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും എല്ലാ വിഭാഗം ജനങ്ങളിലും ആഴ്ന്നിറങ്ങിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ നിലയിൽ കാണുന്നൊരു വ്യക്തി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിപ്പ, കൊറോണ അങ്ങനെ വന്ന ദുരിതങ്ങൾ, വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും ആള് നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ട് പാടത്തായാലും ഏത് സ്ഥലത്തായാലും നമ്മുടെ ഒപ്പം നിന്നിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, മീഡിയയിൽ കൂടി കാണാമല്ലോ. അത്രയും നല്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓൺ ദ സ്പോട്ടിലാണ് ആ കാര്യം നടത്തി തരും നമുക്ക്. മറ്റുള്ളവരുമാതിരി ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവമില്ല. ഓൺ ദ സ്പോട്ടിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അപ്പം കാര്യം നടത്തുകയാണ് ചെയ്യുക. അപ്പം നമ്മൾക്ക് എല്ലാം കൊണ്ടും ഒരു നല്ല വ്യക്തിയാണ്. കാരണം ഇത്രയും നാൾക്ക് ഇടയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ജനസമ്മതി നേടിയൊരു നേതാവില്ല. കാരണം ഒഴുകാണ് ജനം ഈ നേതാവിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ഭരണകക്ഷി നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ കാശില്ല, അതുപോലെ തന്നെ ഈ പല സാധനങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രശ്നങ്ങൾ ഈ സുനിൽകുമാറിനെ ബാധിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു ബാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ബാധമില്ല. കാരണം നമുക്ക് അതിന് ഉത്തരം പറയാനുണ്ട്. കാരണം നമ്മൾക്ക് ഈ നികുതി ഇനത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന 57,300 കോടി രൂപ നമുക്ക് കേന്ദ്രം തരുന്നില്ല. അത് തന്നാലും നമുക്ക് ഈ പെൻഷനൊക്കെ നമ്മൾക്ക് പല ആനുകൂല്യങ്ങളും കേന്ദ്രം നമുക്ക് തരുന്നില്ല. കാരണം കേരളം അവർക്ക് എടുക്കണം എന്നുള്ള ഒറ്റ ജാഗ്രതയിൽ അവർ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ വില പോവില്ല. ഈ പെൻഷൻ കിട്ടിയാൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്യും. എങ്ങനെ ജനങ്ങളെ നമ്മൾ ഇതാക്കും. ഇവിടെ അവർ പണ്ട് എങ്ങനെയാണെന്ന് എത്ര രൂപയാണ് ഗ്യാസിന് വില, ഇപ്പം എത്ര ഗ്യാസിന് വില. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനാണ് നമുക്കൊരാൾ വേണ്ടത്. ജയിച്ചു പോയി. കഴിഞ്ഞ പ്രാവശ്യം പ്രതാപൻ നിന്ന് ജയിച്ചു, വോട്ട് ചോദിച്ചു വന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അതുപോലെയല്ല നമ്മളുടെ ഇടയിൽ വന്ന് നമ്മളെപ്പോൾ വിളിച്ചാലും ഓടി വരാനുള്ള ഒരു വ്യക്തിയാണ് സുനിൽകുമാർ. ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. സുനിൽകുമാർ തന്നെ. അതിന് ഒരു 100-ൽ 150% സുനിൽകുമാർ തന്നെ, ഞങ്ങളുടെ സുനിൽകുമാർ. ചേട്ടാ ഇത്തവണ തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അത്ര ഉറപ്പാണ്. ആള് ജനഹൃദയങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ട് ഈ ആള് തോറ്റു കഴിഞ്ഞിട്ടും ഈ 5 വർഷം ജനങ്ങളുടെ ഇടയിൽ ഫുൾ ടൈം ആളിവിടെ ഉണ്ട്. തൃശ്ശൂരുണ്ട്, തൃശ്ശൂരിന് വേണ്ടിയുണ്ട് ആള്. ബാക്കിയുള്ളവരൊക്കെ ജയിച്ചു പോകുള്ളൂ. ജയിച്ചു പോയിട്ട് പിന്നെ കാണാറുണ്ടോ? ഇലക്ഷൻ ടൈം ആകുമ്പോൾ ഇപ്പോൾ ഓരോരുത്തർ കാണുന്നുണ്ട്, അല്ലാണ്ട് ഒരാളൂടെ ഇല്ല. സുരേഷ് ഗോപി ജയിച്ചാലും തൃശ്ശൂർ ഉണ്ടാവുന്നതാണ് ഉറപ്പാണ്. അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ വന്ന് മത്സരിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് ആൾക്ക് തൃശ്ശൂരിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. തൃശ്ശൂരുള്ള വോട്ട് ബാങ്കിട്ടാണെന്നാണ് മറ്റുള്ള സാധനം. അങ്ങനെയാണെങ്കിൽ ആള് ഇവിടെ ഈ 5 കൊല്ലം ആൾ MP ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്താണ് വയനാടൊക്കെയാണ്. ഫണ്ട് ഏറ്റവും കൂടുതൽ. അങ്ങനെ ആൾക്ക് തൃശ്ശൂർ മാത്രം ഒതുങ്ങുന്ന പോരെ. വയനാട് മാത്രമല്ല, തൃശ്ശൂർ ആലപ്പുഴയിലും എല്ലാ സ്ഥലങ്ങളിലും ആൾ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ആൾ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ ശക്തൻ മാർക്കറ്റിനെ കണ്ടില്ലേ, ആൾ തോറ്റു പോയിട്ട് ആൾ പറഞ്ഞ വാക്കുകൾ വലിച്ചില്ലേ. പിന്നെ ഞങ്ങളുടെ നാട് തന്നെ ഈ കരയാമ്പാടം, ഇവിടെ നമ്മുടെ ഒരു സഹപ്രവർത്തകന് ഒരു അറ്റാക്ക് വന്നു. ഇപ്പോൾ കുറച്ച് കാലം മുന്നാണ്. അപ്പോൾ ആൾ അതിനനുസരിച്ച് ആ ആളുടെ ഫുള്ള് എമൗണ്ട് ആൾ അടച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരം ഒരുപാട് ഉണ്ടാവും. പിന്നെന്താ, ജയിച്ച തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് ഒരാൾ, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദി ഉറപ്പ് തന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. തൃശ്ശൂരിന്റെ മുഖം തന്നെ മാറും. അപ്പോൾ 3ാം തവണയും മോഡി തന്നെ ഇന്ത്യയിലെ അധികാരത്തിൽ. അതിലൊരു മാറ്റമില്ല. ഈ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആള് ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ആള് വ്യക്തിപരമായിട്ടൊരു ആക്ഷേപങ്ങളെ പറ്റി പറയാനില്ല. പക്ഷെ ആള് ജയിച്ചു പോയിട്ട് ഇപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊന്നും തൃശ്ശൂരൊന്നും വികസനങ്ങളൊന്നും ഒന്നും കണ്ടിട്ടില്ല.
ഇപ്പോൾ കരുവന്നൂരിനെ കണ്ടിട്ടില്ലേ, ആള് ഈ ഇത്ര നല്ല നേതാവാണെങ്കിൽ ആ പൈസകളൊക്കെ അവർക്ക് ജനങ്ങൾ പിടിച്ച് കൊടുക്കേണ്ടതല്ലേ, അതിനൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കെ മുരളീധരൻ അവസാന നിമിഷത്തിൽ തൃശ്ശൂർ വന്ന് സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ സുരേഷ് ഗോപിക്ക് ഒരിക്കലും ബാധിക്കില്ല. ആളെ 3ാം സ്ഥാനത്തേക്ക് എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു, അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, ഒരു മാറ്റമില്ല. തൃശ്ശൂർ ആരെടുക്കും? എന്തായാലും കെ മുരളീധരൻ തന്നെയാണ് ഇവിടുത്തെ വിജയമാവുക. നല്ല ഭൂരിപക്ഷം കിട്ടും, കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുരളീധരൻ ഇതിന് മുന്നേ ഇവിടെ മത്സരിച്ച് തോറ്റുപോയൊരു ഇപ്പോൾ സാഹചര്യമൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെ ഇന്ത്യ മുന്നണി ജയിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. പ്രതാപൻ ഇവിടെ സ്ഥാനാർത്ഥിയാവാത്ത രീതിയിൽ ദോഷം ചെയ്യും. ഇല്ല, പ്രതാപൻ്റെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രതാപൻ നല്ല സപ്പോർട്ടിൽ മുരളീധരനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും മുരളീധരൻ തന്നെ ജയിക്കുന്നുള്ളത് വളരെ ഉറപ്പാണ്. കഴിഞ്ഞ വർഷത്തെ അതേ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മോഡി ഭരണമാറ്റം ഉണ്ടാവും. മോഡിക്ക് എന്തായാലും ഇത്തവണ കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ വഴിയുണ്ടോ? യാതൊരു തരത്തിലും ബാധിക്കില്ല. സുരേഷ് ഗോപി ആ ഫിലിം ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഓളം മാത്രമേ ഉള്ളൂ. അതൊന്നും വോട്ടായിട്ട് മാറാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. മുരളീധരൻ ജയിക്കുന്നതാണ്. മുരളീധരൻ ജയിക്കുന്നത് വളരെ ഉറപ്പാണ്, 100% ഉറപ്പ്. ചേട്ടാ, തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? കെ മുരളീധരൻ, യാതൊരു മാറ്റമില്ല. എന്താ അത്ര ഉറപ്പ് പറയുന്നത്? അല്ല, ഭരണം മാറേണ്ട ആവശ്യം ഉണ്ട്. കേന്ദ്രത്തിലായാലും ഇവിടെയായാലും മാറ്റം വരണം, തീർച്ചയായിട്ടും. അപ്പോൾ മുരളീധരൻ ജയിക്കണം. ആ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് കുറച്ച് സാധ്യതകൾ കൂടുതൽ സാധ്യത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10 കൊല്ലമായില്ലേ ഇപ്പോൾ അവർ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാളും ഇവിടെ കയറി വന്നിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ എന്നുള്ള നിലയ്ക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂർ ഗുണങ്ങൾ ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നിരുന്നാലും കേന്ദ്രത്തിലൊരു മാറ്റം വരേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സുനിൽകുമാർ ജയിച്ചാലും കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമല്ലോ. പിന്നെ സുനിൽകുമാർ അല്ലേ കാര്യമില്ല. അത് കാര്യമില്ല. ഞാൻ തൻ്റെ കാലി പിടിക്കുന്നതും അതെ, ഡയറക്റ്റ് അവൻ്റെ കാലി പിടിക്കാനോ നല്ലത്. ഒരാളെ കാലി പിടിച്ചിട്ട് അപ്പുറത്ത് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. മുരളീധരൻ തന്നെ ജയിച്ചിട്ട് കേന്ദ്രത്തിലെത്തണം. കെ മുരളീധരൻ തന്നെ ജയിച്ചിട്ട് ആഗ്രഹം. തീർച്ചയായിട്ടും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നതാണ്. ഉറപ്പ് പറയുന്ന ആള് ജയിച്ചാൽ ഇവിടെ കേന്ദ്രമന്ത്രിയാ. അപ്പൊ കേന്ദ്രത്തിൽ വീണ്ടും മോഡി തന്നെ അധികാരത്തിൽ വരും. മോദി തന്നെ അധികാരത്തിൽ വരും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ ഈ കെ മുരളീധരനൊക്കെ അവിടെ നിൽക്കേണ്ട ആൾക്കൊന്നും സാധ്യത കാണില്ല. ആൾക്കൊന്നും എനിക്ക് വലിയ തൃപ്തി. അച്ഛനും മകളും നിന്ന് തോറ്റുപോയതല്ലേ ഇവിടെ. തോറ്റാണല്ലോ. ഇപ്രാവശ്യം അതുപോലെ തോൽക്കാനും സാധ്യത. ഈ സുനിൽകുമാറിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സുനിൽകുമാർ നല്ല വ്യക്തിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ടല്ലേ, അവർ ജയിച്ചു പോയിട്ട് നമുക്ക് വേറില്ലല്ലോ. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിനെ അവിടെ എടുക്കില്ലല്ലോ. പക്ഷെ അവര് കോൺഗ്രസിന്റെ കൂടെ സഖ്യം കൂടി നിൽക്കുമല്ലോ. അതിൽ കാര്യമില്ലല്ലോ. ആ സ്ഥാനത്ത് സുരേഷ് ഗോപി വയ്ക്കുകയാണെങ്കിൽ അവൻ കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ അവനാണ് സാധ്യത കൂടുതൽ ഇവിടെ. തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? സുനിൽകുമാർ ജയിക്കാൻ സാധ്യത. സുനിൽകുമാർ ജയിക്കാൻ സാധ്യത. ആള് നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. പിന്നെ ആള് കൃഷിയും കാര്യങ്ങളും മുന്നേ നല്ലൊരു വ്യക്തിയുള്ള ഒരാളാണ് സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാർ ജയിക്കാനാണ് ഉറപ്പായിട്ട്. സുനിൽകുമാറിനെ ജയിക്കുള്ളൂ തൃശ്ശൂര്. സുനിൽകുമാർ ജയിച്ച് MP ആവുമെന്നാണ് പറയണത്. MP ആവും. ഒരു 5 വർഷത്തോളം ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും സുരേഷ് ഗോപി ജയിച്ച് സുനിൽകുമാറിന് വല്ല ഭീഷണിയാണോ? ഏത് ഭീഷണിയില്ല, സുനിൽകുമാറിന് ജയിക്കുള്ളൂ. സുരേഷ് ഗോപി വന്നാലും ആര് വന്നാലും സുനിൽകുമാർ തന്നെ ജയിക്കുള്ളൂ. സുനിൽകുമാറിനാണ് ഇവിടെ പിന്തുണുള്ളത്. ഇപ്പോൾ നമ്മുടെ കരുണാകരൻ്റെ മോൻ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ട്. അത് അവസാന നിമിഷത്തിൽ മാറി വന്നതാണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ആൾക്ക് ഇതില്ല. സുനിൽകുമാറിനെ തൃശ്ശൂർ സുനിൽകുമാർ തന്നെയാണ് സാധ്യത. ആൾ മുന്നേ നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് സുനിൽകുമാർ. സുനിൽകുമാർ തന്നെയാണ് സാധ്യതയുള്ളത്. സുനിൽകുമാറിനെതിരെ ഇവിടെ മോഡി ഒന്ന് മത്സരിച്ചാലും ആര് ജയിച്ചാലും ജയിക്കില്ല, സുനിൽകുമാർ ജയിക്കുള്ളൂ. ചേട്ടാ, ഈ തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും? ഉറപ്പാ? തറക്കില്ല. എത്ര ഉറപ്പ്? എനിക്കറിയാം. അത്ര മെച്ചം ഒരു നല്ലൊരു നേതാവ് വരും. അങ്ങൊരു സാധാരണ നടക്കുന്നവരല്ല, അങ്ങനെ നല്ലൊരു മനുഷ്യനാ. ആളിപ്പോ കഴിഞ്ഞ തവണയൊക്കെ തോറ്റുപോയതാണല്ലോ. അത് ഇത്തവണ ജയിക്കും ഷുവറാ. തവണ ആൾക്ക് കൂടുതൽ തീർച്ചയായിട്ടും. അപ്പൊ ആള് തൃശ്ശൂര് എടുക്കും. മന്ത്രി ആവാൻ സാധ്യതയുണ്ട്. ആയി എന്നാ ഞങ്ങൾക്ക് മെച്ചം, തൃശ്ശൂര് മെച്ചം. അപ്പൊ ആയി മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉപകാരം. തീർച്ചയായിട്ടും. അപ്പൊ കേന്ദ്രത്തിന് വീണ്ടും മോഡി തന്നെ വീണ്ടും വരും, ഉറപ്പന്നെ.
സുരേഷ് ഗോപി മന്ത്രിയായി നമുക്കൊക്കെ ഓ ഉപകാരം. തീർച്ചയായിട്ടും. ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. എന്താ ഉറപ്പ് പറയണം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭരണത്തിനെതിരായിട്ടുള്ള വിലക്കയറ്റം, പിന്നെ പെൻഷൻ കൊടുക്കലിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഇതെല്ലാം കാരണം ഭരണത്തിന് പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് കെ മുരളീധരൻ ജയിക്കും. 100% വമ്പിച്ച വിജയത്തോടു കൂടി ജയിക്കും. ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അപ്പോൾ മോഡി ഇറങ്ങുന്നതാണ്. ഇന്ത്യൻ സെക്രട്ടറി ജയിക്കും. ഈ സുരേഷ് ഗോപിക്ക് നല്ല ജനപിന്തുണ കിട്ടുന്നുണ്ട്. അത് സിനിമാ ലോകത്ത് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയത്തിൽ കിട്ടും. ഈ നമ്മുടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പെങ്ങള് BJP-യിലേക്ക് മാറിയത് അതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന് ഒരു നഷ്ടമില്ല, BJP-കാർക്ക് കാശിന് ഗുണമില്ല. വിജയിക്കും 100%. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.